നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഞാനിപ്പോഴേ കോട്ടക്കിലുള്ള ജൈവിക കുടുംബശ്രീ പ്ലാന്റ് നഴ്സറിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാന്റുകളുടെ പല സംശയങ്ങളായിട്ട് ഈ പ്ലാന്റ് ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പരിപാടി ഇടയ്ക്ക് വയ്ക്കും, ക്ലാസ്സൊക്കെ വയ്ക്കും. അപ്പോൾ പല ആൾക്കാരും സംശയം ചോദിക്കും. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു സംശയമാണ് റോസിൻ്റെ പ്രൂണിങ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, റോസ് എപ്പോൾ പ്രൂൺ ചെയ്യാം? റോസിൽ പൂവ് കഴിഞ്ഞാൽ റോസ് പ്രൂൺ ചെയ്യാം. പൂവിൻ്റെ ഇപ്പോൾ ഇതാ ഒരു പൂവ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് പൂവ് കഴിയാറായിട്ടുണ്ട്. പൂവ് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യാം. ഇനി പ്രൂൺ ചെയ്ത എത്ര ദിവസം കൊണ്ട് അടുത്ത പൂവ് വരുന്നുണ്ട്? നല്ല അറിവുള്ള ഒരാളാണ് റോസ് പ്രൂൺ ചെയ്യണമെങ്കിൽ 1 മാസം കൊണ്ട് പുതിയ പൂവ് വരുത്താം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഈ പൂവ് കഴിയാറായില്ലേ, പൂവ് ഇന്ന് മുറിക്കാൻ പോവാണ്. ഞാൻ 10 ദിവസം മുന്നേ നന്നായിട്ട് ഇതിന് വളം കൊടുക്കണം. അപ്പം എന്നാണോ റോസിന് ഞാൻ പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 10 ദിവസം മുന്നേ നന്നായി നനയ്ക്കുക. എന്തുപയോഗിച്ചിട്ട്? വളങ്ങൾ ഉപയോഗിച്ചിട്ട്, ലിക്വിഡ് വളങ്ങൾ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പൊടിവളമായാലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് നനയ്ക്കുക. വളങ്ങൾ കൃത്യമായിട്ട് വേണം. നൈട്രജൻ വളങ്ങൾ കൊടുക്കുക. NPK-യിലെ 18-18 19-19 DAP ഏതെങ്കിലും കൊടുത്തുകൊണ്ട് അത്യാവശ്യം ഒരു ചെടി കേടാവാത്ത തരത്തിലുള്ള ഒരു വളപ്രയോഗം കൊടുക്കുക. പ്രൂൺ ചെയ്യുന്നതിൻ്റെ 10 ദിവസം മുന്നേ. ഈ വളം ഈ ചെടി വലിച്ചെടുത്തു. 10 ദിവസം മുന്നേ വളം കൊടുത്തു. ഇന്നൊക്കെ ഈ ചെടി എല്ലാ വളവും വലിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പൊടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. വളം വലിച്ചെടുത്ത് അങ്ങനെ പൊടിപ്പൊക്കെ വരാൻ തുടങ്ങും. ഇനിയാണ് ഞാൻ പ്രൂൺ ചെയ്യുന്നത്. അപ്പോൾ വളം കൊടുത്ത് നല്ലൊരു നന കൊടുത്ത്, പിന്നെ സാധാരണ ദിവസങ്ങൾ ഇടവിട്ട് നിങ്ങൾ നനയ്ക്കുമല്ലോ, ഡെയിലി കുറച്ച് നനയ്ക്കുമല്ലോ, അപ്പോഴൊന്നും വളം കൊടുക്കില്ല. വളം ഒരു തവണ കൊടുത്തു. അതിൻ്റെ ശേഷം നമ്മൾ പ്രൂൺ ചെയ്യുക. പ്രൂൺ ചെയ്യുമ്പോൾ 2 പ്രൂണിംഗ് ആണ്. ഒന്ന് സോഫ്റ്റ് പ്രൂണിങ്, രണ്ടാമത് ഹാർഡ് പ്രൂണിങ്. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഞെട്ടിയുടെ താഴെ മുറിക്കുകയാണ്. പൂവിൻ്റെ ഞെട്ടിയുടെ തൊട്ട് താഴെ മുറിക്കുന്ന പരിപാടിയാണ് സോഫ്റ്റ് പ്രൂണിങ്. ഇങ്ങനെ ചെയ്താൽ ഒരു കുഴപ്പമുള്ളത് എന്താ അറിയോ? എപ്പോഴാണോ ഈ കൊമ്പ് മൂപ്പാവുന്നത്, ബലം വെക്കുന്നത്, മെച്ചറാവുന്നത്, അതിൻ്റെ ശേഷമേ അതിന്മേൽ പൊടിപ്പ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ മുറിച്ചാൽ ഏകദേശം 40 ദിവസം കഴിയും അടുത്ത പൂ വിരിയാൻ. അപ്പോൾ അതാണ് സോഫ്റ്റ് പ്രൂണിങ്ങിൻ്റെ ഒരു പ്രശ്നം. ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഈ കൊമ്പ്, ഈ പൂ ഉണ്ടായ കൊമ്പ് ഏതോ ഒരു വണ്ണം കൂടിയ കൊമ്പിന്റെ ഇതിലേക്കൊന്നും കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതാ ഈ വണ്ണം കൂടിയ കൊമ്പിന്റെ മേലെന്നാണ് ഈ ചെറിയ കൊമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ണം കൂടിയ കൊമ്പിന്ന് ചെറിയ കൊമ്പ് സ്റ്റാർട്ട് ചെയ്തതിന്റെ തൊട്ട് മുകളിൽ ഇതാ ഇത്ര സ്ഥലം വരെ അടിയിൽ കൊണ്ടുപോയിട്ട് ഇവിടെയാണ് മുറിക്കേണ്ടത്. ഇതിനെയാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറയുക. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ പ്രൂണിങ് ഒന്നും അല്ല കേട്ടോ, വേറൊരു ഐറ്റാണ്. ഇപ്പോൾ നഴ്സറിന്ന് ഒരു 25 രൂപയുടെ റോസ് മേടിച്ചു, അല്ലെങ്കിൽ 30 രൂപയുടെ സാധാരണ ഒരു റോസ് മേടിച്ചു. അതും ഒരു പൂവ് ഉണ്ടാവും, ഒരു മൊട്ട് ഉണ്ടാവും. നമുക്ക് വേണ്ടത് ആ ചെടിയിൽ ധാരാളം കൊമ്പുകളാണ് വേണ്ടത്. അതല്ലേ നിങ്ങളെ ആവശ്യം? ഒരു പൂവ് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു പൂവുണ്ടായി, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു പൂവുണ്ട്, ഇതല്ല വേണ്ടത്. എനിക്കത് പടർന്ന് പന്തലിച്ച് നിറച്ച് പൂവുണ്ടാവും. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതോ? നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ആ 30 രൂപയുടെ റോസിന്റെ നിങ്ങൾക്ക് അതിന്മേൽ 2 കൊമ്പ്. ഇപ്പൊ ഇത് ഒരു 75-90 രൂപയുടെ റോസാണ്. ആ റോസിൽ ഇപ്പൊ പൂവുണ്ടോ പൂവില്ലേ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. എല്ലാ കൊമ്പും ഞാൻ പ്രൂൺ ചെയ്യുക. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? പ്രൂൺ ചെയ്യുന്നതിന് 10 ദിവസം മുന്നേ നന്നായി വളം കൊടുത്തു. നന്നായി വളം കൊടുത്തതിന്റെ ശേഷം പ്രൂൺ ചെയ്യണം കേട്ടോ. എല്ലാ കൊമ്പും ഹാർഡ് പ്രൂണിങ്, കട്ടിയുള്ള കമ്പാണ് ഞാൻ മുറിച്ച് കളയുന്നത്. എല്ലാ കട്ടിയുള്ള കമ്പും ഞാൻ മുറിച്ച് കളയാം. അപ്പോൾ വേറെ പല ആളുകൾക്കും ഒരു സംശയമുണ്ട്, പൂ കാണണ്ടേന്ന്. പൂ കാണണ്ട. ഈ പൊടിപ്പ് ഞാൻ അവിടെ നിർത്തി. ബാക്കിയുള്ള എല്ലാ കൊമ്പും എന്ന് പറഞ്ഞാൽ ഒരു കൊമ്പും ഒഴിവില്ലാതെ ഞാൻ മുറിച്ചു ഉണ്ടോ. എല്ലാ കൊമ്പും മുറിച്ചു. ഇതിന്റെ ആവശ്യം എന്താ അറിയോ? ഇതിനി എവിടെയൊക്കെ മുറിച്ചോ അതിന്റെ സൈഡിൽ നിന്നൊക്കെ പൊടിപ്പ് വരണം. അപ്പൊ ഞാൻ മുറിച്ചു കഴിഞ്ഞ് ഇന്ന് നനക്കില്ല കേട്ടോ. നാളെ DAP ഉപയോഗിച്ചിട്ട് ഒരു നന, DAP ലേശം ഇട്ട് കൊടുത്തു നന, ജൈവവളമാണെങ്കിൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച് ഒഴിച്ചിട്ട് ഒരു നന, പിന്നെ ഇടവിട്ട് സാധാരണ നിങ്ങൾ നനയ്ക്കുന്ന പോലെയൊക്കെ നനച്ചോളും. അങ്ങനെ 1 മാസം നിങ്ങൾ കൗണ്ട് ചെയ്യുക. മുറിച്ച് 1 മാസം ആയി കഴിഞ്ഞാൽ അപ്പൊ നോക്കുക, ഇത് മുന്നേ വളം കൊടുത്ത കാരണം ഒരു നല്ല പൊടിപ്പ് വന്നില്ലേ? ഇങ്ങനത്തെ പൊടിപ്പുകൾ വരും കേട്ടോ. ഇതാ ഇതിലേക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു. നമ്മൾ മുറിച്ച് കഴിഞ്ഞ് 1 മാസം ആവുമ്പോഴേക്കും ഇങ്ങനെ പൊടിപ്പ് വന്നിട്ട് ഇതിന്റെ അറ്റത്തൊരു ഈ അറ്റത്ത് വരുന്ന സാധനം മൊട്ടാണ് കേട്ടോ. ഞാൻ കൃത്യമായ പരിചരണം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ മൊട്ട് ഈ നാമ്പിൽ തന്നെ മൊട്ട് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാ കൊമ്പും പ്രൂൺ ചെയ്തില്ലേ? പ്രൂൺ ചെയ്ത് 1 മാസം കഴിഞ്ഞാൽ ഇതേപോലത്തെ നാമ്പുകൾ വരും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? വീണ്ടും ഈ നാമ്പുകൾ കുറച്ചും കൂടി നീളം വരും, ഒരു ഇത്രയൊക്കെ നീളം വരും. ആ നാമ്പുകളുടെ നടു കൊണ്ടുപോയിട്ട് വീണ്ടും മുറിക്കുക. ഇപ്പോ ഫസ്റ്റ് പ്രൂണിങ് കഴിഞ്ഞു,
ഒരു മാസം കഴിഞ്ഞു വന്ന എല്ലാ ബ്രാഞ്ചുകളും എത്ര വലിപ്പമുണ്ടോ അതൊന്നും നിങ്ങൾ നോക്കണ്ട. എത്ര വലിപ്പമുണ്ടോ അതിന്റെ നടുഭാഗം കട്ട് ചെയ്യുക, കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുക. അത് അണുവിമുക്തമാക്കിയ കത്രിക ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് കൊണ്ട് ക്ലീൻ ചെയ്യണം കഴിഞ്ഞ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വളം കൊടുക്കുക. ഈ സമയത്തൊക്കെ പൂവിടാനുള്ള വളം കൊടുക്കുകയോ ചെയ്യരുത്. DAP മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ 30-10-10 സ്പ്രേ കൊടുക്കുക. വീണ്ടും ഒരു മാസം നിങ്ങൾ തുടർച്ചയായി വളർത്തുക. അപ്പോൾ ഈ മുറിഞ്ഞ നാമ്പുകളുടെ സൈഡിൽ നിന്ന് വീണ്ടും നാമ്പുകൾ വരും. ആ നാമ്പുകൾ വീണ്ടും ഒരു മാസത്തെ വളർച്ച എന്നാണോ എത്തുന്നത് അന്ന് അതിൻ്റെ ആ വളർന്നു വന്ന പുതിയ മുകുളത്തിന്റെ നടുഭാഗം കൊണ്ടുപോയിട്ട് വീണ്ടും മുറിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു റോസ് വാങ്ങിക്കഴിഞ്ഞാൽ 4 തവണ ഓരോ മാസത്തെ ഗ്യാപ്പിൽ പ്രൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ 4 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത്രയും ബ്രാഞ്ചുകൾ വരാൻ തുടങ്ങും, ചുറ്റും ബ്രാഞ്ചുകൾ വരാൻ തുടങ്ങും. ഇങ്ങനെ ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ, നിറയെ ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ അമിതമായിട്ട് വളർന്നു നിൽക്കുന്ന ഇലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്തിനാ അറിയോ? ആ നാമ്പിന് ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അമിതമായി എല്ലാ ഇലയും കട്ട് ചെയ്യരുത് കേട്ടോ. വലിയ കുറച്ച് പഴക്കമുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒരു തവണ കൂടി 30-10 സ്പ്രേ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു തവണ എന്ന തോതിൽ 13, 27 എന്ന് പറയുന്ന നമ്മളെ പൂവിടാൻ ഉപയോഗിക്കുന്ന ആ മാന്ത്രിക വളം എല്ലാവർക്കും അറിയാം. അത് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ കൊടുക്കുക. കടക്കിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ വളങ്ങൾ കൊടുക്കാം, അത് 18 ഒക്കെ കൊടുക്കാം. അതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ DAP കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 4 സ്പൂൺ പൊട്ടാഷ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 13, 27 3 തവണ സ്പ്രേ ചെയ്യുന്നതോടുകൂടി ഈ വന്ന നാമ്പുകളുടെ അഗ്രമുകുളങ്ങളിൽ എല്ലാം മുട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് 25-30 രൂപയ്ക്ക് മേടിച്ച ഒരു റോസിൽ 10-20 മൊട്ടുകൾ ഒരുമിച്ചുണ്ടാക്കാൻ സാധിക്കും. പക്ഷെ എന്ത് വേണമെന്നറിയോ? 4 മാസം നിങ്ങളൊന്ന് കാത്തിരിക്കണം പ്രൂൺ ചെയ്യാൻ. പല ആളുകളും എന്താ പറയുക, ഇത് മടിയാ. ഒരു ചെടി ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പൂ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പൂ ഉണ്ടാവും. ആ പൂ ഉണ്ടായി കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയി പ്രൂൺ ചെയ്യും? എല്ലാവരും ചെയ്യണ വിട്ടിത്തരാം, ഇത് എവിടെ കൊണ്ടുപോയി പ്രൂൺ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും പൂ വരുന്നില്ല എന്ന്. കാരണം അടുത്ത പൊടിപ്പ് വരാൻ 29-30 ദിവസം, 30 ദിവസം കഴിഞ്ഞിട്ട് മൊട്ട് വരാൻ ഒരു 30 ദിവസം, ടോട്ടൽ 60 ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു മൊട്ട് വരിക. ഇത്രയും വെയിറ്റ് ചെയ്യണോ? ഹാർഡ് പ്രൂണിങ് ഇതേപോലെ ഒരു 3 മാസം 4 മാസം പ്രൂണിങ് മാത്രം കൊടുത്ത് നിങ്ങളുടെ റോസിനെ ഒരു കിഡിലൻ ബൊക്കെ റോസാക്കി നിങ്ങൾക്ക് മാറ്റിക്കൂടെ? ചെയ്തു നോക്കൂ. നിങ്ങൾ ചെയ്തു നോക്കിയ റിസൾട്ട് കിട്ടും. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്തേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം. ഓക്കെ, താങ്ക് യു.